ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 15-20 തിരുവചനങ്ങൾ സഭമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുമ്പോൾ ഈശോ പറയുകയാണ്, നന്മ ചെയ്ത് ജീവിക്കുക. ദൈവം നമ്മിൽ പരിശുദ്ധാത്മാവിനെ കൃപാസമൃദ്ധിയായി പരിശുദ്ധമായ ജ്ഞാനസ്നാനം എന്ന കൂദാശ വഴി നൽകിയിട്ടുണ്ട്. എല്ലാ കൂദാശകളിലൂടെയും ഈ ആത്മാവിൻ്റെ നവീകരണം സംഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ദൈവമക്കളെന്നുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി. പനിയോ ശാരീരിക ക്ഷീണമോ ഉണ്ടാകുമ്പോൾ കുഞ്ഞുകാലത്ത് അമ്മ ഞെരിഞ്ഞിൽ എടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിപ്പിക്കാറുണ്ട്. അതൊരു ഔഷധ ഗുണം തന്നെയാണത്, ഞെരിഞ്ഞിൽ. അപ്പോൾ അത് പിന്നീട് അന്വേഷിക്കാറുമുണ്ട് അമ്മ, പനി വരുമ്പോൾ അല്ലെങ്കിൽ ശാരീരിക ക്ഷീണം വരുമ്പോൾ ആ ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കാൻ വേണ്ടി. ചുമ പോലും അതിൽ നിന്നും അപ്രത്യക്ഷമാകും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണ്, അങ്ങനെ ചീത്ത വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുകയില്ല, നല്ല വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കുകയുമില്ല എന്ന്. അപ്പോൾ നല്ലതിന് നല്ലത് നൽകാനേ സാധിക്കുള്ളൂ, ചീത്തയ്ക്ക് ചീത്തയും. ഔഷധ ഗുണങ്ങളും ഉള്ളതുകൊണ്ട് നന്നായിട്ടുള്ളവയും. പക്ഷെ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുന്നവരാകയാൽ ചീത്ത ഫലം കൊടുക്കുന്നവരാകരുത്. ഒത്തിരി നന്മകൾ ചെയ്തെന്നിരിക്കും മറ്റുള്ള മുമ്പിൽ, പക്ഷേ ഒരു നാളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെക്കുറിച്ചുള്ള ആക്ഷേപം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് പരിശുദ്ധാരൂപിൽ നിറവുള്ളവരായി മാറിക്കൊണ്ട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുമെന്ന് പരിശ്രമിക്കാം. അതിനുള്ള കൃപ പരിശുദ്ധാത്മ നൽകട്ടെ. ആമേൻ.